morning, all. Good morning, ma'am. നമ്മളൊരു പുതിയ ചാപ്റ്റർ എടുത്തു അല്ലേ? ഓവർവ്യൂ ഫോർ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു പീഡിഎഫ് നമ്മൾ എടുത്തായിരുന്നു. എല്ലാവരും എല്ലാവരുടെ കയ്യിൽ കാണും അല്ലേ? നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു അല്ലേ? എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത് നമ്മള്? Nature, scope and significance of health administration. നമ്മള് സെക്കൻഡ് പാരഗ്രാഫ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങി എടുക്കാലോ. ഇതാണ് ജസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അല്ലേ? Okay, ma'am. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് പാരഗ്രാഫ് അത് പറയാൻ നോക്കാം. എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ? ഓൾസോ ഓഫൻ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻസ് that indicate the healthcare systems, business strategies. Health administration is the practice which manages, leads, oversees, administrates the operation of dynamics complex healthcare entities, including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies, and health insurance providers. അതായത് നമ്മൾ ജസ്റ്റ് പറഞ്ഞതായിരുന്നു. എന്തായാലും ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡെയിലി അല്ലെ നമ്മുടെ ദൈനംദിന അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ കുറെ പോളിസീസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ദീർഘകാലാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ദൈനംദിനമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അതൊരു ബിസിനസ് തന്ത്രപരമായിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജികളിലൂടെ, അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ആകുമ്പോഴും അതൊരു ബിസിനസ് ഇതിലാണ് അല്ലെ, പ്രോഫിറ്റബിൾ ആണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള മൈൻഡോട് കൂടിയിട്ടായിരിക്കണം നയങ്ങളൊക്കെ രൂപം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അവിടെയുള്ള വർക്കേഴ്സിന് അവർക്കൊന്നും എന്താണ് ഇതൊന്നും സംഭവിക്കാൻ പാടില്ല അല്ലെ. അവരുടെ ആ ഒരു വർക്കിന്റെ ആ ഫ്ലോയ്ക്ക് യാതൊന്നും സംഭവിക്കാനും പാടില്ല. പക്ഷെ ലക്ഷ്യം നേടിയിരിക്കുകയും വേണം. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള തീരുമാനങ്ങൾ, അത് ദൈനംദിനമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിയുമാവാം, ലോങ് ടേം ആയിട്ട് നീണ്ടു നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കലുമാവാം. ഇതെല്ലാം എന്താണ് ആക്ച്വലി വിച്ച് മാനേജ് അവര് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. അവര് മൊത്തത്തിൽ ആ ഒരു മാറ്റേഴ്സിനെ കുറിച്ചിട്ട് ശ്രദ്ധിച്ച് പഠിച്ച് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലെ ഭേദഗതികളൊക്കെ വരുത്തുക. അത് മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ. അതായത് നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കാനുള്ള പവർ ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കാണ്. അവര് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എപ്പോഴും ഓവർ ചെയ്യേണ്ടത് എന്താണ്? ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളൊരു എയിമോട് കൂടിയായിരിക്കണം. ഒപ്പം അവിടെയുള്ള വർക്കേഴ്സിന്റെ ആ ഒരു അവർക്കൊന്നും യാതൊരു പ്രോബ്ലംസ് ഒന്നും സംഭവിക്കരുത്. അതായത് അവരുടെ വർക്കിനെ കാര്യമായിട്ടൊന്നും ബാധിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ. അതിപ്പോ എന്താണ് ലോങ് ടൈം കെയർ ഫെസിലിറ്റി ആരോഗ്യ പ്രവർത്തനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഏത് ഫോമിലാണെങ്കിലും, ഇൻ കേസ് നഴ്സിംഗ് ഹോമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫാർമസീസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, അവർക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എല്ലാം എന്താണ് അതിനുള്ളിലും എയിമിലുണ്ടായിരിക്കും. അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഇവരെല്ലാവരും പെട്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ ഇവര് എടുക്കാനായിട്ട് പാടുള്ളൂ എന്നതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് the importance of healthcare administration involves helping a facility operate daily, preparing programs for the public, training new employees and assisting every patient. അതായത് നമ്മൾ പ്രധാനമായിട്ട് വീണ്ടും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്താണ് ജനങ്ങൾക്ക്, അതായത് പേഷ്യൻസിന് അനുകൂലമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ സൃഷ്ടിക്കണം. പിന്നെ എന്താണ് പുതിയ എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ, അവർക്ക് സ്റ്റാഫ് ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു.
എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഴിവുകൾ, അവരുടെ നോളജ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നയങ്ങളൊക്കെ രൂപീകരിക്കണം. ആൻഡ് അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി, അവരുടെ ആ സൗകര്യങ്ങള് അത് നല്ല രീതിയിൽ തന്നെ ഡെയിലി റൺ ചെയ്തു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് അസിസ്റ്റ് എവരി പേഷ്യന്റ്, എല്ലാ പേഷ്യന്റിനെയും കൂടി ശ്രദ്ധ അല്ലെ, നമ്മളിപ്പോ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരെയും കോൺസെൻട്രേറ്റ് ചെയ്യണം, എല്ലാവരെയും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടായിരിക്കണം. പുതിയ നഴ്സുമാര് വന്നാലും അവർക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാവണം. അതേമാതിരി തന്നെ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിന് അനുകൂലമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കി തീർക്കേണ്ടത്, അതെല്ലാം ഇൻവോൾവ് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? അഡ്മിനിസ്ട്രേഷന്റെ ഓൺലൈനുള്ള ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം എന്താണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ആ പ്രവർത്തന മേഖലകളുടെ വ്യാപ്തി അല്ലെങ്കിൽ സ്വഭാവം എന്താണെന്നാണ് മനസ്സിലാക്കി തരുന്നത്. അതായത് അദ്ദേഹത്തിന് ഒരു നിശ്ചിത കാര്യം മാത്രമല്ല അല്ലെ, എല്ലാവരെയും കൂടി കോൺസെൻട്രേറ്റ്, എല്ലാവരുടെയും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇൻ കേസ് ആ ഒരു ഭരണത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവരെയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പേഷ്യൻസിനെ ശ്രദ്ധിക്കണം, അവിടെയുള്ള വർക്കേഴ്സിനെ ശ്രദ്ധിക്കണം, അവിടെയുള്ള ഡോക്ടേഴ്സിനെ ശ്രദ്ധിക്കണം. അതേമാതിരി തന്നെ പബ്ലിക്കിന്, ജനങ്ങൾക്ക് അനുകൂലമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഷുറൻസ് പാക്കേജ് അവർ തരുന്നവരെ ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള കുറെ നിയമ നടപടികളൊക്കെയാണ് ഇവര് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് എന്നതാണ്. ക്ലിയർ ആയോ എന്താണുള്ളത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് വീണ്ടും അവരുടെ പങ്ക് എന്താണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത വിവരിച്ചത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷെ എന്തായാലും ഓരോ പാരഗ്രാഫ് നമുക്ക് കവർ ചെയ്ത് പോകാം. എന്താണ് അതിൽ പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ ഹെൽത്ത് സർവീസ് ആൻഡ് എവറിഡേ ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ഓർ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് ആരോഗ്യ സംരക്ഷണത്തിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്ക് എല്ലാവർക്കും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം എന്താണ് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന, അവരുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പങ്ക് ആണ് ആർക്കുള്ളത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്നവർക്ക് ഉള്ളത് എന്നത്. Then healthcare administration is the management of all non-clinical functions included in operating a healthcare facility, from daily operations to staffing to budgeting and finance to long-term strategic planning to make sure the success of the healthcare provider or system. അതായത് ഇതിൽ നമ്മൾ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർസ് അവര് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, സ്റ്റാഫിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബഡ്ജറ്റിങ്, അല്ലെങ്കിൽ ഫിനാൻസ്, അങ്ങനെ പലതരത്തിലുള്ള ലോങ് ടൈം സ്ട്രാറ്റജികളും എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് തന്നെ മുൻകൂട്ടി തീരുമാനിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എന്താ? ഡെയിലി ഓപ്പറേഷൻസ്, ദൈനംദിനമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആദ്യം ശുശ്രൂഷ ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ അവരുടെ ദൈനംദിനമായ പ്രവർത്തനങ്ങളും ലോങ് ടൈം ആയിട്ടുള്ള ബഡ്ജറ്റും ഫിനാൻസ് പോലെയുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഇവര് ഒരു പ്രധാനപ്പെട്ട റോളും, നമുക്കറിയാമല്ലോ, അവരാണ് തീരുമാനങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള റോളുകളെല്ലാം ചെയ്യുന്നത് ആരാണെന്ന് പറയുന്നു? അഡ്മിനിസ്ട്രേഷൻ പവറിലുള്ളവർ. ഓക്കെ, അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിച്ചു പോകാം. അപ്പോ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആർ അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ ഹെൽത്ത് സർവീസസ് ആൻഡ് എവറിഡേ ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കേണ്ട ഒരു ഡ്യൂട്ടി അക്കൗണ്ടബിൾ ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്.
ഞാൻ വീണ്ടും പറയുന്നു, ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്, അതായത് നമ്മുടെ ചികിത്സാപരമല്ലാത്ത കാര്യങ്ങൾ അല്ലെ, ബഡ്ജറ്റിംഗ്, ഫിനാൻസിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവണമെന്നില്ല. അത്തരത്തിലുള്ള ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങളിലും അതേപോലെ തന്നെ ഡെയിലി ഓപ്പറേഷൻസ്, സാധാരണ ദൈനംദിനമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിലും, ഇൻ കേസ് നഴ്സുമാരുടെ സ്റ്റാഫിങ്ങും കാര്യങ്ങളും അല്ലെ, അവിടെയുള്ള വർക്കേഴ്സിന്റെ സ്റ്റാഫിങ്ങും കാര്യങ്ങളിലും എല്ലാ തരത്തിലും എന്താണ് ഇവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്ലാനുകളും ദീർഘകാല ഡിസിഷൻസും തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളത്. അത് ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓർ സിസ്റ്റംസ്. പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രൊസീജിയർ സക്സസ് ആവാൻ വേണ്ടി, ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വിജയത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഇവര് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? ആരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ബിഹൈൻഡ് ദ curtain to make extensive decision for the healthcare facility or institution. അതായത് നമ്മളുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ വിപുലമായ തീരുമാനം, എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ വിപുലമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്നതാണ് കർട്ടൻ, ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കർട്ടന് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. They directly handle policy and budgets to generate a better patient experience and to ensure the safety of a guest and the staff. അതായത് ഏതൊരു സ്ഥാപനത്തിന് ഹെൽത്തുമായി ബന്ധപ്പെട്ട അല്ലെ ആതുര സേവനത്തിന് ഏത് സ്ഥാപനത്തിലും നമുക്കറിയാം വ്യത്യസ്ത മേഖലയിലും, ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ മാത്രമല്ല അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളുള്ളത്, ചില നഴ്സിംഗ് ഹോമുകളിലും വ്യത്യസ്ത തരത്തിലുള്ള ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്ററിന് ഒരു പങ്കുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റാഫുകളുടെ സുരക്ഷ, അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന് നല്ലൊരു സേവനം കാഴ്ചവെക്കുന്ന ഒരു പ്രത്യേക റോള്. അതേമാതിരി തന്നെ അവിടെയുള്ള പ്രധാനമായിട്ടും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ദൈനംദിന അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുക. ബഡ്ജറ്റ് ആണെങ്കിലും നയങ്ങളാണെങ്കിലും അതേമാതിരി തന്നെ ബഡ്ജറ്റും നമുക്കറിയാം ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. Then healthcare administrators have a thorough knowledge of the regulatory framework in the patient care. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള നല്ലൊരു നോളജ് അല്ലെ, അവരുടെ ആ വർക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട നല്ലൊരു നോളജ് അറിവ് ആർക്ക് ഉണ്ടായിരിക്കണം? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. Health care administrator have thorough knowledge of the regulatory framework in the patient care. Their responsibilities are completely different from the responsibilities of a doctor or a physician. അതായത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന് അല്ലെ, നമ്മുടെ അവിടെയുള്ള ചികിത്സിക്കുന്ന ആ ഡോക്ടേഴ്സ്, നഴ്സുമാർ അങ്ങനെയുള്ള വ്യക്തികളുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് ആർക്കുള്ളത്? അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് ഉണ്ടായിരിക്കുക. While physicians handle patients directly, healthcare administrators supervise the facility itself and usually have a bachelor's degree or master's degree in healthcare administration. അദ്ദേഹത്തിന് എന്താണ് ഒരു നല്ലൊരു ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, PG പോലെയുള്ള ഡിഗ്രി എന്തിന്റെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഇതിലുള്ള ഡിഗ്രി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇത് പേഷ്യന്റിന്റെ നന്നായിട്ട് ഡയറക്റ്റ് ആയിട്ട് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി അവർക്ക് ഉണ്ടായിരുന്നു. While physicians handle patients directly, healthcare administrators supervise the facility itself. അവര് ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പോസ്റ്റ് അല്ലെ, നമ്മൾ പേഷ്യന്റിനെ നന്നായിട്ട് തന്നെയാണ് കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പോളിസീസുകൾ നന്നായിട്ട് തന്നെ അഡോപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു മേൽനോട്ട ചുമതല വഹിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ലീഡർഷിപ്പ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവർക്ക് എന്തുണ്ടായിരിക്കണം എന്നാ പറയുന്നത്? ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി, അഡ്മിനിസ്ട്രേഷനിലുള്ള മാസ്റ്റർ ഡിഗ്രി അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത്. ആരാണ്, എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്.
നമുക്ക് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് വായിച്ച ജസ്റ്റ് എന്താ പറയാ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. എന്നാലും ജസ്റ്റ് വായിച്ചു നോക്കാം. വീണ്ടും പറയേണ്ടതുണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. വീണ്ടും അറിയാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. കണ്ടിന്യൂ ചെയ്തോട്ടെ. How to become a health care administrator. എങ്ങനെയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആകുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യണം. അവര് ഡോക്ടേഴ്സ്, നഴ്സ്, സർജൻ ആൻഡ് ടെക്നീഷ്യൻസ്. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവര് തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എന്താണ് നമുക്കറിയാം, ആ ഒരു പേഷ്യൻസിന് അനുകൂലമായിരിക്കണം, പബ്ലിക്കിന് അനുകൂലമായിരിക്കണം. അതേമാതിരി തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവർ എടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവരെല്ലാവരോടും നല്ല രീതിയിലുള്ള ഒരു മിംഗ്ലിങ് അല്ലെ, പബ്ലിക്കിനോടാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും നഴ്സുമാരോടാണെങ്കിലും ടെക്നീഷ്യന്മാരോടാണെങ്കിലും എല്ലാവരോടും എന്താണ് ഒരു നല്ലൊരു ഫ്രീക്വന്റിലായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പേഴ്സൺ ആയിരിക്കണം. Healthcare administration frequently interact with the doctors, nurses, surgeon and technicians. They control the operation of healthcare organizations and seldom meet directly with the patient in the healthcare facility. അവരെപ്പോഴും എന്താണ് ഇവരുടെ പ്രവർത്തനങ്ങളെ അല്ലെ, ചിലപ്പോ നമുക്കറിയാം തീരുമാനങ്ങൾ എടുക്കുന്നതനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് എന്താണ് ഭേദഗതിയിലെ ചിലപ്പോ മാറ്റങ്ങൾ വരുത്തും. ചിലപ്പോ എന്താണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരും അല്ലെ, എന്തെങ്കിലും കൺട്രോള് കൊണ്ടുവരും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇന്ന രീതിയിലൂടെ തന്നെ പോകണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു കൺട്രോളിംഗ് പവറും കൂടിയും ചെയ്യുന്നത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. They control the operation of a healthcare organization and seldom meet directly with the patients in the healthcare facility. ചിലപ്പോഴെങ്കിലും എന്താ നമ്മുടെ പേഷ്യൻസിനോട് ഇടയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന കൂട്ടത്തില് പേഷ്യൻസിനോടും ഇവരെ എന്താണ് നല്ലൊരു അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. Our administration duties is to form the policy that runs the facility and to make better the patient's experience. അപ്പൊ അവര് പോളിസികളും കാര്യങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ അത് എന്താണ് നമ്മുടെ ആ ഒരു സൗകര്യങ്ങൾ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾക്ക് അനുകൂലമാവാൻ വേണ്ടിയിട്ടാണ് ഈ പോളിസികളും രൂപങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് പേഷ്യൻസിന്റെ ആ ഒരു എക്സ്പീരിയൻസും കൂടി ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള പോളിസികളെല്ലാം ഇവര് ഫോം ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. Healthcare administration careers are necessary to successful and efficient healthcare facilities. അവരെ എപ്പോഴും എന്താണ് വഹിച്ചുകൊണ്ട് പോകേണ്ടത് എന്താണ് എപ്പോഴും സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കാര്യക്ഷമമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന തീരുമാനങ്ങളൊക്കെയാണ് അവരെപ്പോഴും അവരോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടത്. അതായത് റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒന്നും സംഘടിപ്പിക്കാനായിട്ട് അവര് ശ്രമിക്കാതെ അനുകൂലമായിട്ട് ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പേഷ്യൻസിനായിരിക്കാം, ചിലപ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന് അനുകൂലമായിരിക്കാം, അങ്ങനെ ആർക്കെങ്കിലും നല്ല അനുകൂലമായിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ രീതിയിലായിരിക്കണം ഇവരുടെ കരിയർ കൊണ്ടുപോകാനായിട്ട്. Owing to the continuous need for healthcare facilities from hospitals to nursing homes, healthcare administration is an important firm job for those who are interested in improving healthcare policies. അപ്പൊ ഇവരെന്താണ് ഇവരെ എല്ലാവരോടും കടപ്പെട്ടി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ചിലർക്കൊന്നും റോങ് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല അല്ലെ. അവര് എടുക്കുന്ന നയങ്ങളും അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കടപ്പാട് ഇവർക്ക് എല്ലാവരോടും തന്നെയുണ്ട് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. Owing to the continuous need for healthcare facilities from hospitals to nursing homes, healthcare administration is an important firm job for those who are interested in improving healthcare policies. ആ പോളിസി ഹെൽത്ത്കെയറിന്റെ ആ നയങ്ങളിലൂടെ ഇവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റീവ്, അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് അവിടെയുള്ള വർക്കേഴ്സിന് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള നയങ്ങൾ വരുമ്പോഴെന്താണ് മാക്സിമം ഇവര് അവരുടെ എഫേർട്ട് നന്നായിട്ട് തന്നെ ഉപയോഗിക്കും. അപ്പൊ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലാക്കി എന്താന്നുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവര് ചെയ്യേണ്ടത്. ആ ഒരു പോളിസി അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താണ് അവർക്ക് ഇൻട്രസ്റ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അവർക്ക് വർക്ക് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും.
ഇനി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്. അതായത് അവരില് ഇതേമാതിരി കുറെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറയുമ്പോൾ ഇവര് മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതാണ് താഴെ പറയുന്നത്. എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, അതായത് ഒരു മുഴുവൻ ആരോഗ്യ സംരക്ഷണ ഇതായിരിക്കണം അല്ലെ, ഒരു നല്ല ഒരു മുഴുവനായിട്ട് ആ ഹോസ്പിറ്റലിന്റെ എല്ലാ വിങ്ങിലേക്കും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതാണ് പറയുന്നത് എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, ഒരു മുഴുവൻ ആരോഗ്യ പ്രവർത്തകൻ ആയിരിക്കണം. സ്പെസിഫിക് ഫെസിലിറ്റീസ് സച്ച് ആസ് ഫിസിഷ്യൻസ് പ്രാക്ടീസ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസ്. ഒരു പ്രത്യേക സൗകര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാം ഡോക്ടേഴ്സിന് സ്പെഷ്യലൈസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹോം ഹെൽത്ത് ഏജൻസിക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് തന്നെ ആയിട്ട് ഇവര് അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് വരും. Specific departments or units like critical care unit, emergency departments and cardiac care unit. നമുക്കറിയാം ഓരോ ഇതുകളുണ്ട് അല്ലെ, ഹൃദയ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പലത് വ്യത്യസ്ത, ഇപ്പൊ കാർഡിയക് യൂണിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് അനുകൂലമായിട്ടുള്ള ചില നയങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്താണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് ഇവര് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വീണ്ടും പറയുന്നു സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ലൈക്ക് നഴ്സിംഗ്, ഫിസിഷ്യൻ, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി. ഇതിലും വീണ്ടും പറയുന്ന കാർഡിയോളജിക്ക് അനുകൂലമായത് അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പിക്ക് അനുകൂലമായ അല്ലെങ്കിൽ നഴ്സിംഗ് പോലെയുള്ള ക്ലിനിക്കൽ ഏരിയാസിന് ആ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങളെല്ലാം ഇവര് ഉണ്ടാക്കേണ്ടത്. അതായത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മൊത്തത്തിൽ ഒരു ആരോഗ്യ പ്രവർത്തകര് ആ ഒരു ശുശ്രൂഷ കേന്ദ്രത്തിന് എല്ലാവർക്കും അനുകൂലമായ കാര്യങ്ങളായിരിക്കണം എപ്പോഴും ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ സെപ്പറേറ്റ് ഇങ്ങനെ ഓരോ വിങ്ങിനെ കാണിച്ചു തരികയാണ്. സ്പെഷ്യൽ ക്ലിനിക്കൽ ഏരിയാസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ചില ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ എന്താണ് ഡോക്ടേഴ്സിന് അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളത് അങ്ങനെയെല്ലാം ഇവര് ചെയ്തു കൊടുക്കണം. ഇനി വീണ്ടും പറയുന്നു സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസ്. അതായത് എല്ലാത്തിലും പെടുന്നുണ്ട് അല്ലെ, ഇവര് എന്റെ റോൾ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഫിനാൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വ്യക്തി അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്ത് അഡ്മിഷന്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിലും ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ ഏരിയകളിലും ഇവരുടെ റോള് നിർവഹിക്കാമെന്നുള്ളത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയായിരുന്നോ? അപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? വായിച്ചു നോക്കിയാൽ നമുക്കത് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് ഇതൊരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാവാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അവരുടെ തത്വങ്ങൾ, ആ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവ ആരോഗ്യകരമായ ദേശീയ ആരോഗ്യ നയമായിരിക്കണമെന്ന്. അതായത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് ദേശീയമായ രീതിയിലും ഉള്ള നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് അതൊക്കെ അറിയാം, നമ്മൾ ചില ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചില
പോളിസികളെല്ലാം ഗവൺമെന്റിനും കൂടി അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. വില്ലേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിനെയും കൂടി ചില നിയമ നടപടികൾ കൂടി നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതിനനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ദേശീയ ഹെൽത്ത് പോളിസിക്ക്, ദേശീയ ആരോഗ്യ നിയമത്തിന് അനുകൂലമായിട്ടുള്ള ഹെൽത്ത് പോളിസി നയങ്ങൾ മാത്രമേ ഇവര് എടുക്കാൻ പാടുള്ളൂ. Sound health administrative structure may be framed for the implementation of the health policy. അതായത് ആരോഗ്യ നയം നടപ്പിലാക്കുന്നതിന് മികച്ച ആരോഗ്യ ഭരണഘടന രൂപപ്പെടുത്തി മാത്രമേ നമുക്ക് അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ എടുക്കുമ്പോൾ മികച്ച ഒരു ആരോഗ്യ ഭരണഘടന രൂപപ്പെടുത്തി യോഗം ചേർന്നൊക്കെ ആയിരിക്കണം ചില നിയമങ്ങളെല്ലാം നമ്മൾ എടുക്കേണ്ടതായിട്ട്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ എടുക്കേണ്ടത്. ചില നിയമങ്ങൾ അവർക്ക് തോന്നിയ മാതിരി മറ്റുള്ളവരോടുള്ള ഇന്ററാക്ഷൻ ഒക്കെ നടത്തിയിട്ട് ആ ഒരു നിയമങ്ങൾ എടുക്കാമെന്ന് നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴും ചിലപ്പോൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഗവൺമെന്റിന്റേതായ കുറച്ച് റൂൾസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ചില നിയമങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു മീറ്റിംഗ് കൂടി ഒരു സ്ട്രക്ചറോട് കൂടിയിട്ട് അല്ലെ, ഒരു ഭരണഘടനാ സ്ട്രക്ചറോട് കൂടിയിട്ടൊക്കെ ആയിരിക്കണം ഫ്രെയിം ചെയ്യേണ്ടത്, അതായത് ആ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും പറയുന്നു, there should be integration of a preventive and courtesy service at all administrative level. അതായത് നമ്മളെ അറിയാം, ഒരു ഹോസ്പിറ്റലില് രോഗികൾ വരുന്ന എന്താണ്, അവരുടെ രോഗനിർണയം നടത്താൻ അല്ലെങ്കിൽ രോഗശമനം വരുത്താൻ അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങളോട് കൂടിയിട്ടാണ് ഏതൊരു രോഗിയും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം മുന്നേയുള്ള ഒരു സംയോജനം കൂടി പറ്റുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കണം നയങ്ങൾ. there should be integration എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംയോജനം ഓഫ് പ്രിവെന്റീവ് ആൻഡ് കർട്ടീസ് സർവീസസ് അറ്റ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ. അപ്പൊ ഭരണപരമായിട്ടുള്ള ലെവലിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഒരു രോഗത്തിന്റെ മുൻകരുതൽ എന്ന നിലയിൽ അല്ലെങ്കിൽ രോഗനിർണയത്തിനുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ എല്ലാം ഒരു സംയോജനവുമായി ബന്ധപ്പെട്ട ഒരു നിയമങ്ങളായിരിക്കണം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ എടുക്കേണ്ടത്. There should be centralized directions and decentralized actions. അതായത് കേന്ദ്രീകൃതമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടാവും, അത് വികേന്ദ്രീകരണമായിട്ട് തന്നെ നടപ്പാക്കേണ്ടത്. അതായത് കേന്ദ്രത്തിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത് വ്യത്യസ്ത തലങ്ങളിലേക്കാണ് അല്ലെ. ഡീസെൻട്രലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വികേന്ദ്രീകരണം എന്ന നിലയിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും കേന്ദ്രീകൃതമായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ചിലപ്പോ ഒരു മീറ്റിംഗ് ഒക്കെ കൂടി ഭരണഘടനയൊക്കെ തയ്യാറാക്കിയിട്ടായിരിക്കണം ചില തീരുമാനങ്ങളെല്ലാം ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ മറ്റു രീതിയിൽ മറ്റുള്ള നടപ്പാക്കുമ്പോൾ വികേന്ദ്രീകരണം മറ്റു വ്യത്യസ്ത മേഖലകളിലേക്ക് പാസ് ഔട്ട് ചെയ്ത് നടപ്പാക്കാനായിട്ട് സാധിക്കും. Then planned health programs should be based on a priority and must meet the health requirements of the peoples. അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങളെയൊക്കെ പരിഗണിച്ചിട്ട് അതിന് ഏതിനാണോ മുൻഗണന കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ട് വേണം ചില പ്രോഗ്രാംസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് വിലയിരുത്തി അതില് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതിനാണോ മുൻഗണന കൊടുക്കുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിലപ്പോ ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ചില പ്രോഗ്രാംസുകളൊക്കെ ഹോസ്പിറ്റലുകാര് സംഘടിപ്പിക്കും. അപ്പൊ അവിടെ പബ്ലിക്സിന് അനുകൂലമായിട്ടുള്ള അല്ലെ, ചിലപ്പോ കണ്ണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കും. ഒരുപക്ഷെ ഹോസ്പിറ്റലിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേര് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ആ ഒരു എയിമോട് കൂടിയിട്ടായിരിക്കും അവിടെ ജനങ്ങളുടെ ഇടയിൽ ഏത് മേഖലയിലുള്ള ജനങ്ങളുടെ ഇടയിലാണ് ഇതിന് ആവശ്യകത എന്ന് കണ്ടെത്തിയിട്ടാണ് അവര് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ആ പോയിന്റിലും ഇങ്ങനെയാ പറയുന്നത്, planned health programs should be based on priority and must meet the health requirements of people. Then if basic health service available, accessible and acceptable to the people. എപ്പോഴും നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള സർവീസുകൾ അതാണ് പൊതുവെ നമ്മൾ അല്ലെ ഏത് ഹോസ്പിറ്റലിലും പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളാണ്. അതായിരിക്കും എല്ലാ പീപ്പിൾസും അല്ലെ എല്ലാ പീപ്പിൾസിനും സ്വീകാര്യമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കണമെന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയുന്നു. The next health
Constituents should be encouraged to health education and by providing opportunities for participation of people in the health programs. അതായത് നമ്മൾ എന്തെങ്കിലും മറ്റു ജനങ്ങളുടെ ഇടയിൽ അല്ലെ അവർക്ക് ഒരു അവബോധം ഉണ്ടായിരിക്കും ഇതിനെ കുറിച്ച്. നമുക്കറിയാം ചില വ്യക്തികൾക്ക് അത്യതയുണ്ടാവും അല്ലെ, ചില എന്താണ് BP എത്രത്തോളം കൂടുന്ന അല്ലെങ്കിൽ എന്താണ് ഷുഗറിന് എത്രത്തോളം കാണുന്നതൊക്കെയുള്ള കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ അവർക്ക് അവരുടെ ഇടയിലൊരു അവബോധം, ജനങ്ങളുടെ ഇടയിലൊരു അവബോധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. Health consciousness should be encouraged with health education and by providing opportunities for participation of people in the health programs. അപ്പൊ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ അവരുടെ തന്നെ അല്ലെ പീപ്പിൾസിനെ തന്നെ നേരിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ, അവരുടെ ഒരു പങ്കാളിത്തം കൂടി അതിലുള്ളവാക്കി അവർക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന നയങ്ങളൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരെ എടുക്കേണ്ടത്. Doctors have to be trained to act as social physicians as well as to promote a healthy living for people. എപ്പോഴും അവരുടെ അല്ലെ നമ്മൾ ആരോഗ്യപരം ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുന്ന രീതിയിലായിട്ടുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഡോക്ടേഴ്സിന്റെ ഭാഗത്തുണ്ടായിരിക്കേണ്ടത്. അവര് അതിനുള്ള ട്രെയിനിങ് എന്തായാലും കൊടുത്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചില പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഡോക്ടേഴ്സിന് വിത്ത് ഹെൽപ്പോട് കൂടിയിട്ടാണ് അല്ലെ അവിടെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് അതിന് തയ്യാറാവണം. അപ്പൊ അവർക്കും കൂടി അവരുടെ ട്രെയിനിങ് കിട്ടി അവര് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട്, എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം പ്രോഗ്രാം സംഘടിപ്പിച്ചത് ആ റിസൾട്ടിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. The nursing personnel and other associated health personnel should provide a community-oriented education. അതേമാതിരി തന്നെ നഴ്സുമാരുടെ ഇടയിൽ അവരും പേഴ്സണലായിട്ട് ഇവരോടൊപ്പം തന്നെ അല്ലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരോട് എഡ്യൂക്കേഷൻ, അവരുടെ വിവരങ്ങളും മറ്റുള്ളവരും നമുക്കറിയാം. ഒരിക്കലും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനായിട്ട് കുറച്ച് നിയമങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ആരോഗ്യ പ്രവർത്തന മേഖലയിലുള്ള എല്ലാവരുടെയും പങ്കാളിത്തം ആവശ്യമാണ് അല്ലെ. ഡോക്ടേഴ്സിന്റെ, നഴ്സുമാരുടെ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ടുള്ള എന്തെങ്കിലും വിഷ്വലൈസേഷൻ അങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള വ്യക്തികളുടെ എല്ലാവരുടെയും കൂടി ഒരു സേവനം അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ അതും കൂടി കരുതിയിട്ട് വേണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. New categories of health personnel are provided training to provide a proper service to people. ഇപ്പൊ പുതിയ നമ്മൾ കണ്ടായിരുന്ന പല തരത്തിലുള്ള തീരുമാനങ്ങളും ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിനോടൊപ്പം തന്നെ പറയുന്ന പുതിയ തരത്തിലുള്ള വ്യക്തികൾ വരുമ്പോൾ അല്ലെ, പുതിയ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് എന്താണെന്നുള്ള ചുറ്റുപാട് എന്താന്ന് ആ ഒരു ഇതിലേക്ക് ഹെൽത്ത് എൻവയോൺമെന്റിലേക്ക് അവർക്ക് പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ, അവര് ചെറിയ ട്രെയിനിങ് ആയിട്ട് കിട്ടുമ്പോൾ അവർ അതിനോട് ഫെമിലിയർ ആവും. അതിനനുസരിച്ചിട്ട് അവരുടെ സ്കില്ലും നോളജൊക്കെ വർദ്ധിപ്പിക്കും. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കണം. ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഇവർക്ക് ന്യൂ കാറ്റഗറീസിലുള്ള വ്യക്തികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. New categories of health personnel are provided training to provide a proper service to people. All the system of medicine should be promoted to provide decent health care to people. എല്ലാം ഇതിലെ മോസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക അല്ലെ. കസ്റ്റമേഴ്സ് വരണം ഏതൊരു ഹോസ്പിറ്റലും നന്നായിട്ട് തന്നെ റൺ ചെയ്തെങ്കിൽ. അപ്പൊ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നയങ്ങളായിരിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ അവിടെ ഹോസ്പിറ്റലിലെ വ്യക്തികൾ, അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ അവർക്കും അനുകൂലമായിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കണം രൂപീകരിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇതിൽ പറയുന്നത്. All the system of medicine should be promoted to provide decent health care to people. എല്ലാ തരത്തിലും മെഡിസിൻ്റെതായിട്ടുള്ള എല്ലാ ചികിത്സാ കാര്യങ്ങളും എല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള പീപ്പിളുടെ ജനങ്ങളുടെ ആരോഗ്യത്തിന് അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടത്. Then utilize community resources and promote local participation in the health programs at village level.
നമുക്കറിയാം ചില കാര്യങ്ങളല്ലേ നമ്മൾ ഒരു ഒരു പ്ലേസിൽ കൃത്യമായ ഒരു പ്ലേസിലാണ് നമ്മളിത് ഹോസ്പിറ്റലൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള കുറെ സാധ്യതകൾ വിഭവശേഷി നമ്മൾ ആ ഹോസ്പിറ്റലുകാർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ. ആ പ്ലേസിലുള്ള വായു, അതേമാതിരി തന്നെ വെള്ളം, അതേമാതിരി തന്നെ ആ പ്ലേസ്, അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ഇവർക്ക് സാധ്യമാകണം. അപ്പൊ ഇത് തന്നെ അവിടെ പറയുന്നത് യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ. അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ലൊക്കാലിറ്റിയിലുള്ള ഒരു പങ്ക് അല്ലെ. നമ്മള് ചില വില്ലേജും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അത് ലൊക്കാലിറ്റിയുടെ പെർമിഷനും കൂടി വേണം അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ പെർമിഷൻ, അവരുടെ ഒരു പാർട്ടിസിപ്പേഷനും എന്താ നല്ല രീതിയിൽ ഈ ഹെൽത്ത് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടായിരിക്കണം. അതും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഈ നിയമ നടപടികളെല്ലാം ഉണ്ടാക്കാൻ. യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് അറ്റ് വില്ലേജ് ലെവൽ. ഓക്കെ, അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് വണ്ണിൽ പറയുന്നത് there should be provision for staff development program. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു പ്രൊവിഷൻ അല്ലെ, ഒരു സൗകര്യം സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിനും ഉണ്ടാക്കിയിരിക്കണം. സ്റ്റാഫ് ഡെവലപ്മെന്റ് നമുക്കറിയാം എന്താണ്, അവിടെയുള്ള ജീവനക്കാരുടെ വളർച്ച, അവർക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കഴിവുകളും എക്സ്പീരിയൻസുകളും വർദ്ധിപ്പിക്കുന്നതനുസരിച്ചിട്ട് നല്ലൊരു ഇൻട്രസ്റ്റ്, നല്ലൊരു മോട്ടിവേഷൻ ഒക്കെ സ്റ്റാഫുകൾക്ക് കൊടുക്കുമ്പോഴാണ് അവരുടെ കഴിവുകളും അല്ലെങ്കിൽ സ്കില്ലുകളൊക്കെ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അവര് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളും പ്രധാനമായിട്ടും ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് പ്രധാനം ചെയ്യേണ്ടതുള്ളത്. ഇതെല്ലാം എന്താണ്, പ്രിൻസിപ്പിൾസ് ആണ്. ഇതെല്ലാം എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഡോക്ടേഴ്സിന്, അവിടെയുള്ള വർക്കേഴ്സിന്, അതേമാതിരി തന്നെ പബ്ലിക്കിന്, അതേമാതിരി തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും എയിമിൽ നമുക്കറിയാം ഇവരുടെ എല്ലാം എന്താണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള ഒരു എയിം പൊളിഞ്ഞു കിടക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിന്റെ പേര് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ വർക്കേഴ്സിന്റെ എനർജി നന്നായിട്ട് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ വർക്കേഴ്സിനൊക്കെ ഇത് ചെയ്ത് കഴിയുമ്പോഴെന്താണ് പ്രോഫിറ്റബിൾ ആക്കി തീർക്കുക. അങ്ങനെ എല്ലാവർക്കും കൂടിയും അനുകൂലമായിട്ടുള്ള കുറെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കാം. ചെയ്യണോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഇത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ കുറച്ചുണ്ട്. ഈ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ തന്നെ ഇന്നത്തും പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം പ്രിൻസിപ്പിൾസില് കുറെ ലക്ഷ്യങ്ങൾ തന്നെയാണ് അന്നത്തെ കാണിച്ചിരിക്കുന്നത് അല്ലെ. ജനങ്ങൾക്ക് സംതൃപ്തി കൊടുക്കുക, അതേപോലെ ഡോക്ടേഴ്സിന് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് വീണ്ടും ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ലക്ഷ്യങ്ങൾ എന്നുള്ള ഇതിലും വരുന്നത്. എന്തായാലും നമ്മൾ എല്ലാവരും മനസ്സിലാക്കി പോകണം അല്ലെ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മീനിങ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. അതായത് എല്ലാ ലെവലിലുള്ള നമ്മള് ഫസ്റ്റ് പ്രൊഡക്ഷനിൽ കണ്ടു പ്രൈമറി, സെക്കൻഡറി, ട്രഷറി അല്ലെ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുള്ളത്. അതായത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പട്ടണങ്ങളിലും ഉള്ള വ്യക്തികൾക്ക് എല്ലാ തരത്തിലുള്ള സെക്ഷനിലുള്ള ആൾക്കാർക്കും എന്താണ് ഒരു നല്ല ഹെൽത്ത് കെയർ, നല്ല ആരോഗ്യ സംരക്ഷണ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിനെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് കേന്ദ്രീകരിക്കേണ്ടത്. ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണാലിറ്റീസ് ഇൻക്ലൂഡിംഗ് ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്.
അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് എല്ലാ കാര്യങ്ങളും അല്ലെ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ സമീപിക്കാത്തവരുണ്ട്. അപ്പൊ അവരെയൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അത് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ ആ ഒരു മാനേജ്മെന്റ് ലെവലിലേക്ക് വരുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളുണ്ട്, വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ട്. അറിയാം, അഡ്മിഷൻ തുടങ്ങി അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങി എന്താണ് ഇവിടെ പേഷ്യൻസിനെ സർവീസ് ചെയ്യുന്നത് അടക്കം പലതരത്തിലുള്ള ദീർഘകാല തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്. അതിനെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളാണ്. ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറയുന്നത് എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഒരു അവയർനെസ്, ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. സെക്കൻഡ് പോയിന്റിൽ പറയുന്നു എന്താണ് നമ്മുടെ എല്ലാ തരത്തിലും ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് തലത്തില് ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള വർക്കുകൾ എല്ലാത്തിനെയും മാനേജ് ചെയ്യുക, എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുക എന്ന ഡ്യൂട്ടി എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. Then third one പറയുന്നു to encourage research in the field of health and hospital management to make a better the efficiency of healthcare delivery systems. അതായത് നമ്മളെ പൊതുവെ എന്താണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൽ അതായത് സർവീസ് ആണ് അവിടെ പ്രദാനം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ സർവീസ് നല്ല കാര്യക്ഷമമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇച്ചിരി കൂടി ബെറ്ററാക്കി കൊണ്ടുവരാനാണ് ഏതൊരു ഹോസ്പിറ്റലും ചിന്തിക്കുക. അപ്പൊ അത് ബെറ്ററാക്കി കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെ റിസർച്ച് നടത്തും, എവിടെയെങ്കിലും ഭേദഗതികൾ വരുത്താമോ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒത്തിരി കൂടുതലാണോ ഇത് വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പേഷ്യൻസിന് നഴ്സുമാർക്ക് കൂടുതലാണോ അവർക്ക് കൊടുത്തിട്ടുണ്ടോ, അവർക്ക് കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏത് സമയത്തിന്റെ കാര്യത്തിലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണോ എന്ന് ഇവിടെ എപ്പോഴും എവാലുവേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ്, ജനങ്ങൾക്ക് കൊടുക്കേണ്ട പ്രോഗ്രാംസ് അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുക്കുന്ന അവിടെയുള്ള സ്റ്റാഫുകൾ കൊടുക്കുന്ന ട്രെയിനിങ്സ് ഇതെല്ലാം കൊടുത്ത് എന്താണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സർവീസ് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പരിപോഷിപ്പിക്കാനായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം കൈകാര്യങ്ങൾ അല്ലെങ്കിൽ ഗവേഷണങ്ങളെല്ലാം നടത്തേണ്ടത് ആരാണെന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. വീണ്ടും ടു എൻകറേജ് എന്താണ് ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. അതായത് നമ്മളുടെ പൊതുവെ നമ്മുടെ മൊത്തത്തിൽ അല്ലെ എല്ലാവർക്കും നല്ല സേവനം കാഴ്ചവെക്കണം. അതും നല്ല ഒരു സർവീസോട് കൂടിയിട്ട് എപ്പോഴും ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് ആയിരിക്കണം ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പൊ അത് ജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ്, അതിനു വേണ്ടിയിട്ടുള്ള വികസന പരിപാടികളെല്ലാം കൊണ്ടുവരേണ്ടത് ആരാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. വീണ്ടും ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ എക്സ്ചേഞ്ച് ideas and information and among health and hospital planners, academicians, administrators, different statutory bodies and the public for the improvement of a hospital and healthcare delivery system. അതായത് നമ്മൾ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ആ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികളുടെ ഇടയിൽ, അവരുടെ ഭരണപരമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ അക്കാദമിക് ആയിട്ട് എന്തെങ്കിലും നേടിയെടുക്കുന്ന വ്യക്തികളുടെ ഇടയിൽ, എന്തെങ്കിലും ഹോസ്പിറ്റൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നവരുടെ ഇടയിൽ എല്ലാത്തിനും ഒരു എൻകറേജ്, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, നല്ല രീതിയിലുള്ള ഒരു പുതിയ ഐഡിയകൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി, ഒരു ലക്ഷ്യം എന്തിലുണ്ട്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് to evolve norms and standards for accreditation of the health care organization and adopt means of evaluation of such institution to increase the quality of health care in community. അതായത് എപ്പോഴും നമ്മളുടെ സമൂഹത്തിന് നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അറിയപ്പെടണം. അതാണ് പൊതുവെ അല്ലെ, നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റല്, നല്ല ഗുണമേന്മയുള്ള അവരുടെ സേവനങ്ങൾ നല്ലതാണ് എന്ന് വിലയിരുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അറിയപ്പെടാനായിട്ട് വിലയിരുത്താനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ചില നോംസ് എന്ന് പറയുമ്പോൾ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ അംഗീകാരം അവർ എങ്ങനെയാണ്, ചിലപ്പോൾ ചിലത് അംഗീകരിച്ചെന്ന് വരില്ല അല്ലെ, ചിലപ്പോൾ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടാകും. ചിലപ്പോൾ അത് അംഗീകാരം കിട്ടിയെന്ന് വരില്ല, പക്ഷെ അംഗീകാരം കിട്ടുന്ന തലത്തിൽ കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നില്ല. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തീരുമാനങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട്
അത് ചിലപ്പോ അത് ഇതാവണം എന്നില്ലല്ലേ. ഓഡിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു, ഓഡിറ്റിംഗിൽ വിലയിരുത്തുകയാണ് നമ്മൾ തീരുമാനം കൊണ്ടുവന്നിട്ട് അത് അഡോപ്റ്റ് ചെയ്തിട്ട് കറന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നിശ്ചയിച്ച സ്റ്റാൻഡേർഡും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അത് ഓക്കെ നന്നായിട്ട് തന്നെ ഓക്കെയാണ്, ആ കൊണ്ടുവന്ന തീരുമാനം ഫേവറബിൾ ആണ് എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കൂ. ചിലപ്പോൾ സമയത്തിന്റെ കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ വ്യക്തികളുടെ കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ പേഷ്യൻസിന്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സേവനത്തിന്റെ കാര്യത്തിലായിരിക്കും. എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ചില റൂൾസുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്തിട്ട് ഓക്കെ വിലയിരുത്തിട്ട് വാലുവേറ്റ് ചെയ്യും അത് ഓക്കെ ആണെന്ന്. അതിനുശേഷമാണ് അത് കൂടുതൽ നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട്. അപ്പൊ കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും ക്വാളിറ്റി ആയിട്ടുള്ള സേവനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ടോ ആ സ്റ്റാൻഡേർഡ്സ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് മാത്രമേ അവിടെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. Then to provide opportunities for training and research in all sides of hospital service, healthcare delivery systems and healthcare administration. ഇവിടെ പറയുന്നത് എല്ലാവർക്കും തന്നെ അവസരങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഗവേഷണം നടത്താനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടെ പേഷ്യൻസ് വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി തന്നെ ഫോളോ ചെയ്താൽ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ ഇടയ്ക്കൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ സ്റ്റാൻഡേർഡും ഇതൊക്കെ ചെയ്ത് മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് ഭേദഗതികളൊക്കെ വരുത്താം. അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്, ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് ഇടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഒരു ലക്ഷ്യം കൂടിയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ മറ്റൊരു ലക്ഷ്യമാണ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് in all sides of a hospital service, healthcare delivery system and healthcare administration. Then to renovate the knowledge and the skill of the health and the hospital administrators and other personnel includes in management of a healthcare organization by way of a continuous education and research. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, എന്തെങ്കിലും പുതിയതായിട്ട് നവീകരിക്കുക എന്നാണ് റീഇന്നോവേറ്റ് അല്ലെ. ഇന്നോവേറ്റ് ദ നോളജ്, നമ്മൾ എന്തെങ്കിലും നോളജുകൾ, എന്തെങ്കിലും അറിവുകൾ അല്ലെങ്കിൽ സ്കില്ലുകളെല്ലാം നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലായിരിക്കും നമ്മൾ പുതിയ നോളജ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഫീൽഡിലായിരിക്കും അല്ലെ, നമ്മുടെ ഒരു പേഷ്യന്റിന്റെ സർവീസ് ഫീൽഡിലായിരിക്കും കൊണ്ടുവരുന്നത്. അങ്ങനെ ഏത് സ്ഥലങ്ങളിലും അത് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത ഉണ്ടാക്കുക. Included in the management of a healthcare organization by way of continuous education and research. അങ്ങനെ പുതിയ ഒന്നിനെ കൊണ്ടുവരണമെങ്കിൽ എന്താണ്, എപ്പോഴും അവിടെ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെ. നമ്മൾ വാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ ആണോ, നമ്മൾ എന്തെങ്കിലും പുതിയ ടെക്നിക്സുകൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ മോശമാണോ എന്നുള്ളത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത്, അതായത് പഠിച്ചുകൊണ്ടിരിക്കണം, അതിനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് നവീകരണം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. To renovate the knowledge and skill of the health and hospital administrators and other personnel included in the management of a healthcare organization by way of a continuous education and research. To encourage and grant recognition to research in the fields of health and hospital management and to accord awards, scholarships and assistance in other suitable forms to deserving individual and institutions. അതായത് നമ്മള് എപ്പോഴും ഒരു ഇന്നോവേഷന് വിധേയമാവണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എപ്പോഴും ഈ വ്യക്തികളെ അവിടെയുള്ള സർവീസുകൾ നല്ല രീതിയിൽ ആക്കണം എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പൊ ചില രീതിയിൽ നമ്മൾ കൂടുതൽ പേഴ്സൺസിൽ നിന്ന് കൂടുതൽ സർവീസ് നേടണമെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ അവിടെയുള്ള വർക്കേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ അവരെ ഒന്ന് പുഷ് ചെയ്യും അല്ലെ. അവർക്ക് എന്തെങ്കിലും പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിവാർഡുകളോ ഗ്രാന്റുകളൊക്കെ അവർക്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോഴെന്താണ്, അവർക്ക് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിൽ പഠിച്ചതാണ്, അവര് നമ്മൾ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴെന്താണ്, അവർ കൂടുതൽ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് കൊടുത്തിരിക്കണം. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അതിനു വേണ്ടിയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. To encourage and grant recognition to research in the fields of health and hospital management and to accord awards, scholarships and assistance in other suitable forms to diverse individuals and institutions. ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഭേദഗതികൾ വരുത്താൻ വേണ്ടിയിട്ട് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ റിവാർഡ്സ് ഒക്കെ കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? കണ്ടിന്യൂസ് ഇങ്ങനെ എടുത്തു പോകുന്നത് കൊണ്ട് ബോറാവുന്നുണ്ടോ? കാരണം ഇതൊരു തിയറി മാറ്ററാണ്, ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പക്ഷെ നമുക്കൊരു ബാക്കിലേക്ക് ഒരു ചെറിയ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് കുറച്ച് കണക്കുകളൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി കൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റീവ് ആവും. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഇപ്പോഴും വരെ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ നെക്സ്റ്റ് ടൈമിൽ എടുക്കുന്നുള്ളൂ. കാരണം അതിൽ കുറച്ച് പ്രോബ്ലമൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ തിയറി ആയിട്ട് നിങ്ങൾ ഒന്നും കേട്ടിരിക്കാൻ കുറച്ച് കുറവായിരിക്കും. അപ്പൊ എന്തായാലും ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 3-4 പോയിന്റ് കൂടെ ഉള്ളൂ. തേർഡ് പോയിന്റ്, to encourage research in the field of health and hospital management to make better the efficiency of a healthcare delivery system. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, ഹെൽത്ത് ഡെലിവറി എന്ന് പറയുന്നത് നമ്മുടെ സേവനമാണ് അവർക്ക് കാഴ്ചവെച്ച് കൊടുക്കുന്നത്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രധാനം ചെയ്ത സേവനമാണ്. അപ്പൊ ആ ഒരു സേവനം നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു ബെറ്റർ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യക്ഷമമായിട്ട് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ആ ഹെൽത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ വരുത്തണോ എന്ന് പരീക്ഷണം നടത്തിയിട്ട്, റിസർച്ച് നടത്തിയിട്ട് അതിനെ എൻകറേജ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് വിലയിരുത്തി കഴിയുമ്പോൾ ചില കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ഈ ഒരു ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരോടും ചോദിച്ചറിയുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, ചില കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇത്തിരി കൂടി നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അതാണ് പറയുന്നത് ടു എൻകറേജ് റിസർച്ച്. അതിനു വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തലത്തില് പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. നല്ല രീതിയിൽ ഒരു എഫിഷ്യൻസി ആയിട്ട് നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും സെക്കൻഡ് പോയിന്റ്. ഓക്കെ, പറയാം. സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. അതായത് നമ്മള് നല്ലൊരു സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഘടന അല്ലെ, നല്ലൊരു ഘടനയുണ്ടെങ്കിൽ, അതുണ്ടാക്കി തീർക്കുകയാണെങ്കിൽ, നല്ലൊരു നയമാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, അതായത് രൂപീകരിക്കണമെങ്കിൽ, നടപ്പാക്കുന്നെങ്കിൽ, അത് എന്താണ്, അത് മികച്ച ആരോഗ്യത്തിനും കൂടി തയ്യാറായിപ്പെടും. അതായത് സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. നല്ല നയങ്ങളാണ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, നടപ്പാക്കി കൊണ്ടുവരുന്നെങ്കിൽ
നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഘടന രൂപീകരിക്കാനായിട്ട് സാധിക്കും, ഭരണഘടന രൂപീകരിക്കാനായിട്ട് സാധിക്കും. നല്ല നയങ്ങളാണ് ഭരണഘടനയിൽ നിന്ന് വരുന്നതെങ്കിൽ മാത്രമേ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ ഇരിക്കുന്നവരും ഒക്കെ നല്ല ഏബിൾ ആണ് എന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലെ. അത് കൊണ്ട് ആ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ഉണ്ടാക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം റോങ് ആണെങ്കിൽ എന്താണ്, അവര് ഏബിൾ അല്ല, നല്ല എന്താ പറയുക, എബിലിറ്റി ഉള്ള വ്യക്തികളല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. നല്ല ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് നടപ്പാക്കാൻ പറ്റുന്ന പോളിസികൾ, നയങ്ങളെല്ലാം നല്ലതാണെങ്കിൽ, ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണെങ്കിൽ അതൊരു നല്ല ആരോഗ്യ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഘടനയുള്ളവരാണ് എന്ന് പറയപ്പെടാനായിട്ട് സാധിക്കും. ഇതില് ജസ്റ്റ് എക്സാക്ട് മീനിങ്ങിൽ പറയുന്നത് ആരോഗ്യ നയം നടപ്പിലാക്കുന്നത് മികച്ച ആരോഗ്യഘടന രൂപീകരണ യോഗം തന്നെയാണ്. അതായത് ആ യോഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള നയങ്ങൾ രൂപപ്പെടുത്തേണ്ടത് എന്നത്. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഒരു കമ്മിറ്റി കൂടിയിട്ടൊക്കെയാണ് നയങ്ങൾ രൂപീകരിക്കേണ്ടത് എന്നുള്ളത് കൂടി ഓർത്ത് വെക്കാം. നമ്മൾ പറയല്ലോ കമ്മിറ്റി മെമ്പേഴ്സ് അവര് നല്ലതാണെങ്കിൽ, അല്ലെ, ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള മെമ്പേഴ്സ് ഇച്ചിരി കൂടി ഏബിൾ ആണെങ്കിൽ നല്ല നയങ്ങൾ രൂപീകരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈമിൽ കാണാം.